ഹായ്, എല്ലാവർക്കും PSC പിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് പൊന്നാനി സന്ധിയെക്കുറിച്ചാണ്. സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുണ്ടായ പൊന്നാനി സന്ധി 1540 എന്ന് പറയുന്നത് സാമൂതിരി ചാലിയങ്കോട്ട പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പെട്ടെന്ന് പറയും, ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിൻറ്റ്സ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയും. നേരെ വീഡിയോയിലേക്ക്. 1540 സന്ധി അസ്വാസ്ഥ്യം നിറഞ്ഞ ഒരു താത്കാലിക യുദ്ധവിരാമം മാത്രമായിരുന്നു. അപ്പോൾ 1540 സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള സന്ധി എന്ന് പറഞ്ഞാൽ താത്കാലികം മാത്രമായിട്ടുള്ളൊരു സന്ധിയായിരുന്നു. കൊച്ചി രാജാവും വടക്കുംകൂർ രാജാവും തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ പോർച്ചുഗീസുകാർ ഇടപെട്ടതിനെ തുടർന്ന് 1550 യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ 1540 ഇവരുടെ ഒരു സന്ധി അനുസരിച്ചിട്ട് ഈ കൊച്ചിയും അതുപോലെ തന്നെ മറ്റ് ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ആയിട്ട് പോർച്ചുഗീസുകാർ സന്ധിയിലും കാര്യങ്ങളൊക്കെ വന്നപ്പം ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയായിരുന്നു ഈ നാട്ടുരാജ്യക്കാന്മാർ തമ്മിലുള്ള യുദ്ധത്തിൽ ഇവർ നിഷ്പക്ഷത പാലിക്കണമെന്നുള്ളത്. അപ്പം ഈ കൊച്ചി രാജാവും വടക്കുംകൂർ രാജാവും തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ പോർച്ചുഗീസുകാർ ഇടപെട്ടു. അതിനെ തുടർന്ന് 1550 യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു. വടുതല യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ വടക്കുംകൂർ രാജാവ് വധിക്കപ്പെടുകയും ഈ വടക്കുംകൂർ രാജാവ് സാമൂതിരിയുടെ സുഹൃത്താണ്. അപ്പോൾ സുഹൃത്തിൻ്റെ മരണത്തിന് പകരം വെട്ടാൻ സാമൂതിരി കൊച്ചി ആക്രമിക്കുന്നു. കൊച്ചിയുടെ ഭാഗത്തായിരുന്ന പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ തീരനഗരങ്ങൾ വിശേഷം പന്തലായനി, കൊല്ലം, പീരങ്കികൾക്ക് ഇരയാക്കി. അപ്പം സാമൂതിരിയെ പോർച്ചുഗീസുകാരും തിരിച്ചാക്രമിക്കുന്നു. അറബി കച്ചവടക്കാർ പോർച്ചുഗീസുകാരുടെ കപ്പൽ ചീട്ടുകൾ വാങ്ങിക്കൊള്ളുന്ന വ്യവസ്ഥയിൽ 1555 ശത്രുത അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. രണ്ട് ഭാഗത്തും ഒരുപാട് നാശവും കഷ്ടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, 1555 ഇവർ ശത്രുത പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അറബി കച്ചവടക്കാർ പോർച്ചുഗീസുകാരുടെ കപ്പൽ ചീട്ടുകൾ വാങ്ങിക്കൊള്ളണമെന്നൊരു വ്യവസ്ഥ അവർ കൊണ്ടുവന്നു. അതുപ്രകാരം ശത്രുത പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 1564 സാമൂതിരിയുടെ സഹായത്തോടുകൂടി കോലത്തിരുടെ പടയാളികൾ കണ്ണൂർ കോട്ട ആക്രമിക്കുകയും തുറമുഖത്തുണ്ടായിരുന്ന പോർച്ചുഗീസ് കപ്പലുകൾ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ 1564 സാമൂതിരിയുടെ സഹായത്തോടുകൂടി കോലത്തിട്ട പടയാളികൾ കണ്ണൂർ കോട്ട ആക്രമിക്കുന്നു. കണ്ണൂർ കോട്ട ഏതാണ്? സെൻറ്റ് ആഞ്ചലോസ് കോട്ടയാണ്. ആക്രമിക്കുകയും തുറമുഖത്തുണ്ടായിരുന്ന പോർച്ചുഗീസ് കപ്പലുകൾ നശിപ്പിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ ബന്ധുവായ വിജയനഗര രാജാവിന് 1565 തളിക്കോട്ട യുദ്ധത്തിലുണ്ടായ പരാജയം പോർച്ചുഗീസുകാർക്കെതിരായ വൻപിച്ച തോതിൽ പടനീക്കങ്ങൾ ആരംഭിക്കാൻ സാമൂതിരിക്ക് ധൈര്യം നൽകി. അപ്പോൾ 1565 തളിക്കോട്ട യുദ്ധത്തിൽ നമ്മുടെ വിജയനഗര സാമ്രാജ്യം തകരുകയാണ് ചെയ്യുന്നത്. അപ്പം അവരും പോർച്ചുഗീസുകാരും തമ്മിലൊരു സൈനിക സഖ്യം പോലെയായിരുന്നു. പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു അവിടെ ഭരണം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വിജയനഗര രാജാവ് തളിക്കോട്ട യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടി പോർച്ചുഗീസുകാർക്കെതിരെ വൻതോതിൽ പടനീക്കങ്ങൾ ആരംഭിക്കാൻ സാമൂതിരിക്ക് ആ ഒരു സംഭവം ധൈര്യം നൽകി. അദ്ദേഹം 1570 ബീജാപ്പൂരിലെ ആദിൽ ഖാനുമായും അഹമ്മദ് നഗറിലെ നൈസാം ഷായുമായും പോർച്ചുഗീസുകാർക്കെതിരെ സഖ്യം സ്ഥാപിച്ചു. അപ്പം സാമൂതിരി എന്ത് ചെയ്തു? 1570 ബീജാപ്പൂരിലെ ആദിൽ ഖാനുമായും അഹമ്മദ് നഗറിലെ നൈസാം ഷായുമായിട്ടും സഖ്യം സ്ഥാപിച്ചു പോർച്ചുഗീസുകാർക്കെതിരായിട്ട്. 1571 സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരുടെ ചാലിയങ്കോട്ട വളഞ്ഞു. 1571 സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരുടെ ചാലിയങ്കോട്ട വളഞ്ഞു. പോർച്ചുഗീസുകാർ കോട്ട വിട്ടുപോകാൻ നിർബന്ധിതരായി. കോട്ട വിട്ടുപോകാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. സൈന്യം വൻതോതിലുള്ള സൈന്യമുണ്ട്. അവർ കോട്ട വളഞ്ഞു, ചാലിയങ്കോട്ട. ഒരു കല്ലിന് മേൽ മറ്റൊരു കല്ലില്ലാത്ത വിധം കോട്ട നിശേഷം നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ആ കോട്ട പൂർണ്ണമായിട്ടും സാമൂതിരിയുടെ സൈന്യം നശിപ്പിച്ചു. ഒരു കല്ലിന് മേൽ മറ്റൊരു കല്ലില്ലാത്ത വിധം ആ കോട്ട നശിപ്പിക്കപ്പെട്ടു. ഈ ആക്രമണത്തിൽ പരപ്പനാട്ട് രാജാവ് നൽകിയ സഹായത്തിന് പ്രതിഫലമായി സാമൂതിരി ചാലിയം എന്ന് പറയുന്ന ആ പ്രദേശം ആ രാജാവിന് കൊടുത്തു. ഈ ആക്രമണത്തിൽ പരപ്പനാട്ട് രാജാവ് നൽകിയ സഹായത്തിന് പ്രതിഫലമായി സാമൂതിരി ചാലിയം അദ്ദേഹത്തിന് കൊടുത്തു. ചാലിയം കോട്ടയുടെ പതനം കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ നാശത്തിൻ്റെ ആരംഭമായിരുന്നു. അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടിരുന്നിട്ടും തീരപ്രദേശങ്ങൾ നിറയൊഴിച്ച് തകർക്കുകയും സാമൂതിരിയുടെ പ്രജകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതെന്ന് അവർ പിന്മാറിയില്ല. പൊന്നാനിയിൽ ഒരു കോട്ട കെട്ടാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പോർച്ചുഗീസുകാർ 1578 സാമൂതിരിയെ സമീപിച്ചു. അദ്ദേഹം അനുവാദം നൽകാൻ കൂട്ടാക്കിയില്ല. അവർ വിട്ടുമാറാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി പൊന്നാനിയിൽ ഒരു വ്യവസായശാല സ്ഥാപിക്കാൻ 1584 സാമൂതിരിയിൽ നിന്ന് സമ്മതം നേടി. സാമൂതിരിയുടെ അനുവാദത്തോടുകൂടി 1588 അവർ വീണ്ടും കോഴിക്കോട്ട് താവളമാക്കി. 1591 കോഴിക്കോട്ട് ഒരു പള്ളി പണിയിക്കാൻ സ്ഥലവും നിർമ്മാണ സാമഗ്രികളും സാമൂതിരി പോർച്ചുഗീസുകാർക്ക് സംഭാവനയായി നൽകി. അദ്ദേഹം തന്നെ പള്ളിക്ക് കല്ലുമിട്ടു. ഈ പുതിയ മൈത്രിയെ പ്രോത്സാഹിപ്പിച്ചത് സാമൂതിരിയും കുഞ്ഞാലിമാരും തമ്മിൽ അനുക്രമം വളർന്നു വന്ന വൈരമായിരുന്നു. അപ്പം അതിന് ശേഷം ഈ ചാലിയങ്കോട്ട പിടിച്ചെടുത്തതിനൊക്കെ ശേഷം പോർച്ചുഗീസുകാർക്ക് ഒരുപാട് നഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ടും അവർ ഇവിടുന്ന് പിന്മാറിയില്ല. സാമൂതിരിയുടെ തീരപ്രദേശങ്ങളെല്ലാം പീരങ്കികൾ ഉപയോഗിച്ച് നിറയൊഴിച്ച് തകർക്കുകയും പ്രജകളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവർ പൊന്നാനിയിലൊരു കോട്ട കെട്ടണമെന്ന് പറഞ്ഞിട്ട് സാമൂതിരിയുടെ അടുത്ത് ചെല്ലുന്നു 1578. അദ്ദേഹം അതിന് അനുവദിക്കുന്നില്ല. 1584 പല വ്യവസ്ഥകളുടെ ഫലമായിട്ട് പൊന്നാനിയിൽ ഒരു വ്യവസായശാല സ്ഥാപിക്കാനായിട്ട് പോർച്ചുഗീസുകാർക്ക് അനുവാദം ലഭിക്കുന്നു.
അതിനുശേഷം 1588 ആയപ്പോഴത്തേക്ക് അവർ വീണ്ടും കോഴിക്കോട്ട് അവരുടെ താവളമാക്കി മാറ്റി പോർച്ചുഗീസുകാരുടെ. 1591 കോഴിക്കോട്ട് ഒരു പള്ളി പണിയിക്കാൻ സ്ഥലവും നിർമ്മാണ സാമഗ്രികളും സാമൂതിരി പോർച്ചുഗീസുകാർക്ക് സംഭാവനയെ നൽകി. ഇതൊക്കെ സാമൂതിരി ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ കുഞ്ഞാലിമാരുമായിട്ടുള്ള ആ ഒരു സൗഹൃദം, ആ ഒരു മൈത്രി നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. കുഞ്ഞാലിമാരും സാമൂതിരിയും തമ്മിലൊരു ശത്രുതയിലേക്ക് വളരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ ആ ഇതുകൊണ്ടാണ് പോർച്ചുഗീസുകാരുമായിട്ട് സാമൂതിരി കുറച്ച് രമ്യതയിൽ എത്തിയത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സാമൂതിരിക്ക് കുഞ്ഞാലിമാരോട് ഉണ്ടായ ശത്രുതയെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തി വെച്ചിരുന്നാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.